ശ്രീമന്നാരായണീയം ദശകം 3 ഭക്തി പ്രാർത്ഥന. ഗജാനന പദ്മാർക്കം ഗജാനനമഹർനിശം അനേകദന്തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണുർഗുരുർദേവോ മഹേശ്വര. ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്ലോകം 2. ഗതക്ലിഷ്ടം കഷ്ടം തവ ചരണസേവാരസഭരേഭി. അനാസക്തം ചിത്തം ഭവതി ബദ വിഷ്ണോ കുരുദയാം. ഭവത്പാദാംഭോജ സ്മരണരസികോ നാമ നിവഹാൻ. അഹം ഗായം ഗായം കുഹജന വിവത്സ്യാമി വിജനീ. ഗുരുവായൂരപ്പൻ്റെ കാരുണ്യം ഉണ്ടായാൽ മാത്രമേ തനിക്കുള്ള ഭക്തി നിലനിർത്താനും വർദ്ധിപ്പിക്കാനും കഴിയുകയുള്ളൂ എന്ന് ഈ ദശകത്തിൽ മേൽപ്പത്തൂര് പറഞ്ഞു വയ്ക്കുകയാണ്. ഗതക്ലിഷ്ടം കഷ്ടം. ഗതം രോഗം. ഗതക്ലിഷ്ടം കഷ്ടം ചിത്തം. രോഗങ്ങൾ ക്ലേശിപ്പിച്ച് കഷ്ടപ്പെടുത്തി വേദന അനുഭവിക്കുന്ന മനസ്സ്. രോഗങ്ങൾ കാരണം കൊണ്ട് ദുരിതം അനുഭവിക്കുന്ന, വേദന അനുഭവിക്കുന്ന മനസ്സ്. തവ ചരണ സേവാരസഭരേ അഭി. തവ നിന്തിരുവടിയുടെ ചരണസേവാരസഭരേ അഭി. തൃക്കാൽ ഭജിച്ച്, പാദങ്ങളെ ഭജിച്ച് പരമാനന്ദം അനുഭവിക്കുവാൻ പോലും അനാസക്തം ഭവതി. ആസക്തി ഇല്ലാത്തതായി തീരുന്നു, താല്പര്യമില്ലാത്തതായി തീരുന്നു. രോഗങ്ങളുടെ ബുദ്ധിമുട്ടുകളുണ്ട്. രോഗങ്ങൾ കാരണം വേദന അനുഭവിക്കുന്നത് കൊണ്ട് മനസ്സ് ഭഗവാന്റെ ആ പാദപത്മങ്ങളെ ധ്യാനിച്ചുകൊണ്ട് പരമാനന്ദം അനുഭവിക്കാൻ പോലും ഇവിടെ താല്പര്യമില്ലാത്തതായി തീരുന്നു. ബദ കഷ്ടം. വിഷ്ണു ഭഗവാനെ, എല്ലാ ജീവജാലങ്ങളുടെയും ഉള്ളിൽ വസിക്കുന്ന, പ്രാണനായിട്ട് വസിക്കുന്ന ഭഗവാനെ, ദയാം കുരു, കരുണ ചെയ്യണേ. അഹം ഞാൻ, ഭവത് പാദാംഭോജ സ്മരണരസിക, നിന്തിരുവടിയുടെ പാതാരവിന്ദങ്ങളെ ധ്യാനിച്ച് രസിച്ചുകൊണ്ടും, നാമനിവഹാൻ ഗായം ഗായം, തിരുനാമങ്ങളെ ഇടവിടാതെ തുടർച്ചയായിട്ട് പാടിക്കൊണ്ടും, കുഹജന വിജനി, ആരുമില്ലാത്ത വല്ല വിജനമായ സ്ഥലത്ത്, ഒരാളുമില്ലാത്ത വിജനമായ സ്ഥലം, ആ സ്ഥലത്തും പോയി വിവത്സ്യാമി, പോയിരിക്കണോ എന്ന് ചോദിക്കുകയാണ്. ഇവിടെ 3-ാമത്തെ ദിവസം മേൽപ്പത്തൂരിന് വാതരോഗം കലശലായി. ദേഹമാസകലം വേദനയും ബുദ്ധിമുട്ടുമായി കഴിഞ്ഞപ്പോൾ ഭഗവാനെ മനസ്സിരുത്തി ഭജിക്കാൻ പറ്റുന്നില്ല. ഭഗവാനെ ഭജിക്കുമ്പോഴുള്ള ആ ആനന്ദം അനുഭവിക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ വന്നപ്പോൾ തനിയെ ഇരുന്നുകൊണ്ട് മനസ്സിൽ ചിന്തിക്കുകയാണ്. ഇവിടെ ഭഗവാന്റെ നാമങ്ങളെ തുടർച്ചയായിട്ട് പാടിക്കൊണ്ട് ഭഗവാന്റെ ആ പാദങ്ങളെ, തൃപ്പാദങ്ങളെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഞാൻ ഇവിടെയെങ്കിലും ആരുമില്ലാത്ത വല്ല സ്ഥലത്തും പോയിരിക്കണോ എന്ന് ചോദിക്കാനോട്. കാരണം ഇവിടെ എല്ലാവരും, എല്ലാ ഭക്തന്മാരും സ്വൈര്യമായിട്ട് സഞ്ചരിക്കുന്നു. എനിക്കതിന് കഴിയുന്നില്ലല്ലോ എന്നുള്ള ഒരു സങ്കടം. ഭക്തന്മാരെല്ലാം ഇവിടെ നാമം ജപിച്ച് ഭഗവാന്റെ രൂപം മനസ്സിൽ ധ്യാനിച്ച് പരമാനന്ദത്തോടു കൂടി നടക്കുന്നത് കാണുമ്പോൾ എനിക്കതിന് പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു വല്ലാത്ത സങ്കടം ഭഗവാനോട് ഇവിടെ പറയുകയാണ് മേൽപ്പത്തൂർ. രോഗം ബാധിച്ച് ഭയങ്കരമായിട്ട് വിഷമിക്കുന്ന ആ മനസ്സ് ഭഗവാന്റെ ആ പാദസേവ മൂലം കിട്ടുന്ന ആനന്ദത്തിൽ പോലും താല്പര്യമില്ലാതായി
തീർന്നിരിക്കുകയാണിപ്പോൾ. അതുകൊണ്ടാണ് ഭഗവാന്റെ ആ പാദങ്ങളെ ധ്യാനിച്ച് രസിച്ച് തിരുനാമങ്ങളെയൊക്കെ ഇങ്ങനെ പാടിക്കൊണ്ട് എവിടെയെങ്കിലും പോയിരുന്നാലും ആരുമില്ലാത്ത ഒരു സ്ഥലത്ത് എന്നിങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്, ഭഗവാനോട് ചോദിക്കുകയും ചെയ്യുകയാണ് മേൽപ്പത്തൂർ. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.